എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അമേരിക്കയുടെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 24 മിനിറ്റിന് ശേഷം പകൽ സമയത്ത് ഒരു ഉൽക്ക ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇത് അലബാമ മുതൽ നോർത്ത് കരോലിന വരെ കാണാൻ കഴിയുന്ന ഒരു വലിയ തീഗോളം പോലെയായിരുന്നു. അറ്റ്ലാന്റിലും പരിസരത്തും വലിയൊരു ശബ്ദവും കേട്ടു. അമേരിക്കൻ മെറ്റീർ സൊസൈറ്റിക്ക് ഏകദേശം 128 പേർ ഇത് കണ്ടതായി റിപ്പോർട്ട് നൽകി. ഉപഗ്രഹ ചിത്രങ്ങളിലും റഡാറുകളിലും ഇതിന്റെ സൂചനകൾ വ്യക്തമായിരുന്നു. ഇത് ഭൂകമ്പമല്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു. ജർമ്മനിയിലെ ഹാംബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പഠനത്തിൽ 20 മിനിറ്റ് മാത്രം നീണ്ടുനിൽക്കുന്ന ഒരു ചെറിയ ഉറക്കം ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തി. ഉറക്കത്തിൽ ആഴത്തിലുള്ള N2 ഘട്ടത്തിലെത്തുന്നവർക്കാണ് ഈ കഴിവ് കൂടുന്നത്. പരീക്ഷണത്തിൽ പങ്കെടുത്തവരിൽ ഈ ഘട്ടത്തിലെത്തിയ 86% പേരും പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു. എന്നാൽ സാധാരണ ഉറക്കത്തിലായിരുന്നവരിൽ 64%വും ഉറങ്ങാത്തവരിൽ 55% മാത്രമാണ് വിജയിച്ചത്. ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ചെറിയ ഉറക്കം ഓർമ്മകളെ പുനഃക്രമീകരിക്കുകയും പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്കയിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി റോബർട്ട് എഫ്. കെന്നഡി ജൂനിയർ കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡ് ചേർക്കുന്നത് നിർത്താൻ ഉത്തരവിട്ടു. പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ദശാബ്ദങ്ങളായി തുടർന്നുപോന്ന ഒരു രീതിയാണിത്. ഈ തീരുമാനം കാരണം പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്കിടയിൽ പല്ലുകൾക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ സമ്മതിച്ചു. കുറഞ്ഞ ജനനനിരക്ക് വലിയൊരു ഭീഷണിയാണെന്ന് ഇലോൺ മസ്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി. 20 വർഷത്തിനുള്ളിൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യയിലെ കുറവായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ഉണ്ടാകുന്നതിനെതിരെയുള്ള പ്രചാരണങ്ങളെ അദ്ദേഹം എതിർത്തു. സർക്കാരുകൾ കുട്ടികളെ വളർത്താൻ കുടുംബങ്ങളെ സഹായിക്കുന്ന നയങ്ങൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ഥിരമായ ജനസംഖ്യയില്ലെങ്കിൽ ലോകത്തിലെ ഒരു നയങ്ങൾക്കും പ്രസക്തിയുണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ചൊവ്വയിലെ പാറകളിൽ ചിലന്തിവല പോലുള്ള രൂപങ്ങൾ കണ്ടെത്തി. ഈ ചിത്രങ്ങൾ ചൊവ്വയുടെ ചരിത്രത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകിയേക്കാം. പെർസിവറൻസ് എന്ന മറ്റൊരു റോവർ ചൊവ്വയിലെ പാറകളെക്കുറിച്ച് പഠനം തുടരുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് ഈ ദൗത്യത്തിൽ പങ്കാളിയായത്. ജൂൺ 25-ന് നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. ആക്സിയം സ്പേസിന്റെ 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രയാണിത്. പ്രശസ്തമായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉൾപ്പെടെയുള്ള ശക്തമായ ദൂരദർശിനികളിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളും വിവരങ്ങളും ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടു. ആൻഡ്രോമിഡ ഗാലക്സിയുടെ മനോഹരമായ ചിത്രവും ഏകദേശം 10,000 വർഷം മുൻപ് പൊട്ടിത്തെറിച്ച ഒരു നക്ഷത്രത്തിന്റെ അവശിഷ്ടമായ വെയിൽ നെബുലയുടെ വിശദമായ ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പ്രപഞ്ചത്തിന്റെ ഇന്നുവരെയുള്ള ഏറ്റവും വലിയ ഭൂപടം ജെയിംസ് വെബ് ദൂരദർശിനി പുറത്തുവിട്ടു. അതിൽ ഏകദേശം 8 ലക്ഷം ഗാലക്സികൾ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നി തുറമുഖത്ത് ഈ മാസം യാത്രാ ബോട്ടുകൾക്ക് കുറച്ചുനേരം നിർത്തിയിടേണ്ടി വന്നു. കൂനൻ തിമിംഗലങ്ങൾ ബോട്ടുകൾക്ക് സമീപം പ്രത്യക്ഷപ്പെട്ടതായിരുന്നു കാരണം. ഓരോ വർഷവും ഏകദേശം 40,000 തിമിംഗലങ്ങൾ അന്റാർട്ടിക്കയിൽ നിന്ന് ക്വീൻസ്ലൻഡിലേക്ക് 10,000 കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്രക്കിടയിലാണ് അവയെ സിഡ്നി തീരത്ത് കാണുന്നത്. ചരിത്രാതീത കാലത്തെ മനുഷ്യർക്ക് തായ്വാനിൽ നിന്ന് ജപ്പാനിലെ യോനാഗുനി ദ്വീപിലേക്ക് വള്ളങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരിക്കുമെന്ന് ഒരു സംഘം ജാപ്പനീസ് ഗവേഷകർ തെളിയിച്ചു. അവർ പുരാതനമായ രീതിയിൽ ഒരു വള്ളം നിർമ്മിച്ച് പഴയ വഴികൾ മാത്രം ഉപയോഗിച്ച് കടലിലൂടെ 45 മൈൽ ദൂരം സഞ്ചരിച്ചു. ശക്തമായ കടൽ പ്രവാഹങ്ങളെ അതിജീവിച്ചാണ് അവർ ഈ യാത്ര പൂർത്തിയാക്കിയത്. ഇത് സൂചിപ്പിക്കുന്നത് പഴയകാലത്തെ മനുഷ്യർക്ക് കടലിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ്. അമേരിക്കയിലെ മിനസോട്ടയിലുള്ള ഒരു മൃഗശാലയിലെ അലാസ്കൻ തവിടി കരടിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ടൈറ്റാനിയം പല്ല് വെച്ചുകൊടുത്തു. ടൺട്ര എന്നു പേരുള്ള ഈ കരടിയുടെ കേടായ പല്ലിൽ നേരത്തെ ചികിത്സ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും പരിക്ക് പറ്റിയപ്പോൾ മൃഗശാലയിലെ ഡോക്ടർമാർ പുതിയതും ശക്തവുമായ ഒരു പല്ല് ഉണ്ടാക്കി വെച്ചുകൊടുക്കുകയായിരുന്നു. ക്രൊയേഷ്യയിലെ ദുബ്രോവ്നിക്കിനു സമീപം കടലിനടിയിൽ നിന്ന് 18-ാം നൂറ്റാണ്ടിലെ ഒരു മരബോട്ട് കണ്ടെത്തി. ഈ സ്ഥലം അതിന്റെ പുരാതനമായ കൽമതിലുകൾക്കും ഗെയിം ഓഫ് ത്രോൺസ് എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനും പ്രശസ്തമാണ്. ഇതിനിടെ 166 ആളുകളുടെ ചിതാഭസ്മം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ഒരു പേടകം പസഫിക് സമുദ്രത്തിൽ തകർന്നു വീണതായും റിപ്പോർട്ടുണ്ട്. നന്ദി, വീണ്ടും കാണാം.